അയ്യോ പോലീസ്. അച്ഛാ എന്നെ കൊണ്ടുപോകുമെന്നാണോന്ന് അറിയത്തില്ല. പ്രതാപ ഓളങ്ങാകത്ത് നോക്കിയോ? പ്രതാപ അയ്യോ സാറേ, ഞങ്ങളുടെ കൊച്ചൊരു പാവമാ സാറേ. അവൾക്ക് അറിയാതെ ഒരു കൈപ്പട സംഭവിച്ചു പോയതാ. അതിന് നിങ്ങളുടെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ അവളും അപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയ്യോ ഇല്ല സാറേ. പിന്നെന്താ ഇവരിങ്ങനെ പറഞ്ഞത്? അത് പിന്നെ സാറുമാരെ കണ്ടപ്പോഴുള്ള വെപ്രാളത്തിൽ പറഞ്ഞു പോയതാ. അതെ. നീ ഒന്ന് വണ്ടി കയറ്. എന്തിനാ സാറേ? എന്താണെന്ന് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? എടാ, നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ലല്ലേ? കിളവിയെ നോക്കി സമയം കളയാതെ വന്ന് കയറാ. ചെല്ലു മോനെ, ഇവര് തല്ലുന്നതിന് മുമ്പ് ചെല്ല്. വാടാ, നടക്കാമോട്ട് വേറെ കൊണ്ടുപോവാ. എന്റെ ദൈവമേ. കേറടാ. കേറ്, കേറടാ. നീ ഇരിക്കടാ അങ്ങോട്ട്. കണ്ണിച്ചോരയില്ലാത്ത എസ് ഐ അവനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. മോളുടെ അച്ഛനെ കൈ കിട്ടി കഴിഞ്ഞാലേ അയാൾ ഇടിച്ചു പഞ്ചറാക്കി കളയും. എന്ന് മാത്രമല്ല, കണ്ണനോടും അവന്റെ കൂട്ടുകാരോടും ഒക്കെ വലിയ മതിപ്പുള്ള കൂട്ടത്തിലാ ആ എസ് ഐ. അതെനിക്കറിയാലോ മുത്തശ്ശി. അയാളപ്പോ കേസ് കൊടുത്തു കാണുമല്ലേ? കൊടുത്തു കാണും. ഇനി എനിക്കെതിരെ കേസ് കൊടുക്കോ? അയ്യോ, എനിക്കൊന്നും അറിയാൻ മേലേ. എന്തായാലും പ്രതാപം പെട്ട സ്ഥിതിക്ക് ഒരുത്തനും കൂടി കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാ. ആ വാമദേവൻ എന്തായാലും പ്രതാപൻ അവന്റെ പേര് പറയും. പറയണം. അച്ഛൻ ഒറ്റയ്ക്കല്ലല്ലോ ഒന്നും ചെയ്തത്. അച്ഛനെ കൊണ്ട് അയാൾ ചെയ്യിച്ചതല്ലേ. അമ്മാവനും അനന്തരവന്മാരും തമ്മിൽ തെറ്റും. വാമദേവൻ കമലേശ്വരത്തെ സ്വത്ത് ഒരുപാട് മോഹിച്ച് നടന്നതാ. ഇപ്പോ അവന്റെ മോടെ കല്യാണം കണ്ണൻ നടത്തി കൊടുക്കുകയില്ല. അതിന്റെ കൂടെ ഒരുത്തനാണെങ്കിലേ മുകളിലോട്ട് നോക്കി കിടക്ക. ഓ, അവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. അവനെ ചികിത്സിക്കാനും വേണ്ട മോളെ കാശ്. നമുക്ക് മാത്രം എന്താ മുത്തശ്ശി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? എല്ലാം ആ ലക്ഷ്മിയുടെ അവിടെ അമ്മയുടെ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ടും കൂടെ ഒരു വഴിക്കാക്കി. ഇനിയിപ്പോ വരുന്നത് എന്താന്ന് വെച്ചാൽ അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? മുത്തശ്ശി, എങ്ങനെങ്കിലും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഓ, നമ്മളതിനു വേണ്ടി എത്ര പണം ഒഴുക്കിയാലും അതിന്റെ ഇരട്ടി ഒഴുക്കും കണ്ണൻ. അവനും അവന്റെ കൂട്ടുകാരനും വക്കീലായതുകൊണ്ടേ വക്കീല് ഫീസ് പോലും കൊടുക്കണ്ട. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും പ്രതാപനില്ലാത്ത ഈ വീട് ഉറങ്ങിയ വീടാ. ഇതൊക്കെ മുന്നിൽ കണ്ടോണ്ട് അവൻ പറഞ്ഞത്
ലക്ഷ്മിയും കണ്ണനും ഒക്കെ പറയുന്നത് അങ്ങ് അനുസരിച്ചോളാം. അതിനിടയിൽ പ്രതാപൻ എന്തെങ്കിലും ഒരു മാർഗം ഒപ്പിച്ചതിന് കണ്ണന് ലക്ഷ്മിയും തകർക്കാനായിട്ട്. ഇനി എന്ത് ചെയ്താലും അവന് ഇതിൽ കൂടുതൽ ശിക്ഷയൊന്നും കിട്ടത്തില്ലല്ലോ. അതിനിടയ്ക്ക് മോള് അമിതാവേശം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു.